ഹരിയും മലയാള മണ്ണിൽ ഭക്തിയെ ഊട്ടിയുറപ്പിക്കാൻ ഒരുപാട് മഹാത്മാക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്. അവരിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനമർഹിക്കുന്ന വ്യക്തിയാണ് ഭക്തകവി പൂന്താനം തിരുമേനി. പൂന്താനം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ പേരാണ്. മലപ്പുറത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ആ ഇല്ലത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ആർക്കും അറിയില്ല. ഭഗവാന്റെ നാമം പാടി നടന്ന ആ മഹാഭക്തൻ സ്വന്തം പേരെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം തൻ്റെ വളരെ ശ്രേഷ്ഠമായ ജ്ഞാനപ്പാന എന്ന കൃതിയിൽ കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുംഭമാസത്തിലെ അശ്വതി നാളിനെ പൂന്താന ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണോ എന്നുറപ്പില്ല. ഒരു പക്ഷേ ആ സന്ദർഭത്തിൽ ഒരു നാള് പറഞ്ഞതായിരിക്കാം. പക്ഷെ മറ്റു പ്രമാണങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് കുംഭമാസത്തിലെ അശ്വതി പൂന്താന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. മഹാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അവരുടെ മഹിമയെ സ്മരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്മരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന ഭക്തിയുടെ ഒരു അംശമെങ്കിലും നമുക്കും ലഭിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ദിനങ്ങൾ ആഘോഷിക്കുന്നത്. പൂന്താനം ജീവിച്ചിരുന്ന കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പൂന്താന സർവസ്വത്തിൽ കാണുന്ന തീയതി 1547 അദ്ദേഹം ജനിച്ചുവെന്നും 1640 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞുവെന്നുമാണ്. അപ്പോൾ ഏകദേശം 93 വർഷം അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിൽ കാണുന്നത്. വളരെ ശ്രേഷ്ഠനായ ഭക്തനായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന കഥകൾ ഐതിഹ്യങ്ങളാണ്. ആ ഐതിഹ്യങ്ങളിലൂടെയും പൂന്താനത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് വ്യക്തമാകുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം നടന്നുവെന്നും എന്നാൽ കുറേ കാലം കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ഭഗവത് കൃപ കൊണ്ടൊരു കുട്ടി ലഭിച്ചുവെന്നും പക്ഷെ ആറ്റുനോറ്റുണ്ടായ ആ ഉണ്ണി ചോറൂണിൻ്റെ സമയമാകുമ്പോഴേക്കും മരണപ്പെട്ടു എന്നുമാണ്. പക്ഷെ ആ കുട്ടി മരിച്ച സമയത്തും അതിൽ ഭഗവാന്റെ കാരുണ്യത്തെ കാണാൻ പൂന്താനത്തിന് സാധിച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് അദ്ദേഹം ജ്ഞാനപ്പാനയിൽ ചോദിക്കുന്നു. തനിക്കുണ്ടായ ദുരിതം പോലും ഭഗവാന്റെ കൃപാകടാക്ഷമാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. തനിക്ക് വിരക്തി വരുത്താൻ വേണ്ടിയാണ് ഭഗവാൻ ഇത് ചെയ്തത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത്രയും ശ്രേഷ്ഠനായ, അത്രയും ഉയർന്ന തലത്തിലുള്ള ഭക്തോത്തമനായിരുന്നു അദ്ദേഹം. ഭഗവാന്റെ കീർത്തനങ്ങൾ രചിക്കുക മാത്രമല്ല, ഭഗവാന്റെ മഹിമയെ നന്നായി പാരായണം ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വളരെ മാധുര്യമാണ് അദ്ദേഹം പാരായണം ചെയ്യുന്ന സമയത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരായണ മാധുര്യം ആസ്വദിക്കാൻ ജനസാഗരങ്ങൾ വരുമായിരുന്നു. അതായത് ആരും തിരിഞ്ഞു നോക്കാത്ത ക്ഷേത്രങ്ങളിൽ പോലും പൂന്താനം പാരായണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ പരിസരത്തുള്ള എല്ലാവരും ദൂരദേശത്ത് നിന്ന് പോലും ആൾക്കാർ അവിടേക്ക് വരുമായിരുന്നു. അത്രയും ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരായണം. ഭക്തിയില്ലാത്ത ആൾക്കാർക്ക് പോലും കുറച്ചു നേരം അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഭക്തി വരുമായിരുന്നു. അത്രയും ശ്രേഷ്ഠമായ പാരായണം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രക്കാരും അദ്ദേഹത്തെ അവരുടെ അടുത്തേക്ക് പാരായണത്തിനായിട്ട് ക്ഷണിക്കുമായിരുന്നു. പൂന്താനം വന്നു എന്ന് പറഞ്ഞാൽ ജനസാഗരം എത്തുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു ഭാഗവത പാരായണത്തിനായി. അദ്ദേഹം ചെന്നു. അവിടെ ആ ശിവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഭാഗവത പാരായണം നടത്തി. ഒരു ദിവസം പാരായണമൊക്കെ അവസാനിച്ചപ്പോൾ അദ്ദേഹം അടയാളപ്പെടുത്തി ഗ്രന്ഥം മടക്കി വെച്ച് ഭഗവാനെ ഒന്ന് നമിച്ച് ഭക്തരെയൊക്കെ ഒന്ന് തൊഴുത് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ഒരു സത്രത്തിലേക്ക് ചെന്നു. വന്ന ഭക്തരൊക്കെ അവരവരുടെ വീട്ടിലേക്ക് ചെന്നു. പിറ്റേത്തെ ദിവസം കാലത്തായപ്പോൾ അദ്ദേഹം വീണ്ടും പാരായണത്തിനായി വന്നു. ഗ്രന്ഥം തുറന്നു നോക്കുന്ന സമയത്ത് താൻ വെച്ച സ്ഥാനത്തല്ല അടയാളമുള്ളത്. അടയാളം മാറിയിരിക്കുന്നു. ഇപ്പോൾ അടയാളം വെച്ചിട്ടുള്ളത് ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായത്തിലാണ്. താൻ വായിച്ചിട്ടുള്ള അധ്യായമാണത്. അത് രുക്മിണി കൃഷ്ണ സംവാദമാണ്. ഭഗവാൻ വളരെ നർമ്മത്തോടു കൂടി രുക്മിണിയോട് പറയുന്ന ചില കാര്യങ്ങളും രുക്മിണി അതിന് കൊടുക്കുന്ന മറുപടിയുമൊക്കെയാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ ഒരുപക്ഷെ തനിക്ക് അബദ്ധം പറ്റിയതാകാമെന്ന് കരുതി അവിടെ നിന്ന് തന്നെ അന്നത്തെ ദിവസത്തെ പാരായണം അദ്ദേഹം ആരംഭിച്ചു. വളരെ ചിട്ടയോടുകൂടി അന്നത്തെ പാരായണം അവസാനിപ്പിച്ച് കൃത്യമായ അടയാളപ്പെടുത്തി അദ്ദേഹം വിശ്രമിക്കാൻ ചെന്നു.
പിറ്റേത്തെ ദിവസം കാലത്ത് വന്ന് ഗ്രന്ഥം തുറന്നു നോക്കുമ്പോൾ വീണ്ടും അതേ 10-ാം സ്കന്ധത്തിലെ 60-ാം അധ്യായത്തിലാണ് അടയാളം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. ഇതെന്തായി ഇങ്ങനൊരു സംഭവം? ആരോ തന്നെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നതായിരിക്കും. രാത്രി വന്നിട്ട് ആരോ അടയാളം മാറ്റുന്നുണ്ട്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. എന്നിരുന്നാലും ഏതായാലും അടയാളം ഈ അധ്യായത്തിലല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വായിച്ചു തുടങ്ങാമെന്ന് കരുതി അദ്ദേഹം അവിടെ നിന്ന് തന്നെ വായിച്ചു. കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏത് അധ്യായം വായിക്കണമെന്നൊന്നും അല്ല ശ്രദ്ധ, ആ ഭക്തി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വായിച്ചു. അന്നത്തെ ദിവസത്തെ പാരായണം പൂർത്തിയാക്കി. വീണ്ടും ശ്രദ്ധയോട് നോക്കി അടയാളം വെച്ചു, ഗ്രന്ഥം മടക്കി വെച്ചു. വിശ്രമിക്കാൻ അദ്ദേഹം ചെന്നു. മറ്റു ഭക്തരും അവരവരുടെ ഗൃഹത്തിലേക്ക് പോയി. രാത്രിയായി കഴിഞ്ഞപ്പോൾ പൂന്താനം പതുക്കെ ക്ഷേത്രത്തിലേക്ക് വന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ ആ ക്ഷേത്രം അങ്ങനെ കാണാണ്ട് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അവിടെ വല്ലാത്തൊരു പ്രകാശം കാണാൻ സാധിച്ചു. ഒരുപാട് ദീപങ്ങൾ തെളിയിച്ച് വെച്ച പോലത്തെ പ്രകാശമായിരുന്നു അവിടെ. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ക്ഷേത്രത്തിൽ ആരോ ഉണ്ട്. പക്ഷെ ഇത്രയും പ്രകാശം എങ്ങനെ, ഇത്രയൊക്കെ വിളക്ക് ആരാണ് ഈ രാത്രി വന്ന് കത്തിക്കുന്നത് എന്ന് കരുതി അറിയാനുള്ള ആകാംക്ഷയോട് കൂടി അദ്ദേഹം നടക്കാൻ തുടങ്ങി. പക്ഷെ വളരെ പതുക്കെയാണ് നടക്കുന്നത്, ശബ്ദമുണ്ടാക്കാതെ തന്നെ നടക്കുന്നത്. അങ്ങനെ നടന്ന് കുറച്ചടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഭാഗവത പാരായണമാണ്. 10-ാം സ്കന്ധത്തിലെ 60-ാം അധ്യായം ആരോ പാരായണം ചെയ്യാണ്. വളരെ ഗംഭീരമായ ശബ്ദമാണ്, നല്ല മധുരമായ പാരായണമാണ്. അദ്ദേഹം കുറച്ചു നേരം അവിടെ നിന്ന് അതിങ്ങനെ കേട്ട് ആസ്വദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം വന്നത്, ആരാണെന്ന് നോക്കണം. അങ്ങനെ അദ്ദേഹം വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ വല്ലാത്ത സുഗന്ധം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഗന്ധം. ഇത് അലൗകികമായ എന്തോ ഒന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ സുഗന്ധം അദ്ദേഹത്തിന് ഇങ്ങനെ വലിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അതിൻ്റെ ഒരു ആകർഷണത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്വയം മറന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ കുറേശ്ശെ അദ്ദേഹം ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ചിട്ട് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ പാരായണം എത്തി. അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയതും ആ പാരായണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാരായണം നടത്തിയ ആൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പാരായണമെന്ന്. അപ്പോൾ ഒരു സ്ത്രീ ശബ്ദം മറുപടി പറയുന്നത് പൂന്താനം കേട്ടു. മറുപടിയായി അവർ പറഞ്ഞു, അങ്ങയുടെ പാരായണം വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ പൂന്താനത്തിൻ്റെ ആ ഭക്തി ഉണ്ടല്ലോ, അതിൻ്റെ അനുഭവം അതൊരു വേറെ തലമാണ്. ഇത് കേട്ടപ്പോൾ പൂന്താനത്തിന് എന്തെന്നില്ലാത്ത ആശ്ചര്യമായി. ആരാണ്, ഏതമ്മയാണ് അകത്തിരുന്ന് തന്നെ എങ്ങനെ പ്രശംസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്ന് അകത്തേക്ക് കയറി. അകത്ത് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഗ്രന്ഥം തുറന്നു വെച്ച് അതിൻ്റെ മുമ്പിൽ സാക്ഷാൽ മഹാദേവൻ, ആ പരമേശ്വരൻ അവിടെ ഇരുന്ന് പാരായണം നടത്തുന്നതും അടുത്ത് സാക്ഷാൽ ശ്രീപാർവതി ഇരുന്നത് ശ്രവിക്കുന്നതുമാണ്. ഭഗവാനെയും ഭഗവതിയെയും കണ്ടപ്പോൾ രോമാഞ്ചത്തോടു കൂടി അവരുടെ മുമ്പിൽ വീണ് സാഷ്ടാംഗം അവരെ പൂന്താനം പ്രണമിച്ചു. ഭഗവാൻ പതുക്കെ അദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ചു. പൂന്താനത്തിൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. വാക്കൊന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തെ സ്തുതിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വാക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പതുക്കെ ഒന്ന് തലോടി ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തെ അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, പൂന്താനം തിരുമേനി, കാര്യം ഞാൻ പാരായണമൊക്കെ നന്നായി നടത്തുമെങ്കിലും അങ്ങ് ചൊല്ലുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് കിട്ടുന്നില്ല. അങ്ങ് ഇങ്ങനെ പാടുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു പോകും. എനിക്ക് വളരെ ഇഷ്ടമുള്ള അധ്യായമാണ് ഈ 60-ാം അധ്യായം, 10-ാം സ്കന്ധത്തിലെ 60-ാം അധ്യായം. പക്ഷെ അത് അങ്ങ് പാടുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു അനുഭവമാണ്. അപ്പം അത് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അടയാളം മാറ്റി വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ പൂന്താനത്തിന് വല്ലാത്ത സന്തോഷമായി. ഭഗവാനെ, അങ്ങയ്ക്ക് വേണ്ടി എത്ര തവണ വേണമെങ്കിലും ഞാൻ പാടാമല്ലോ എന്ന് പറഞ്ഞ് ആ ഗ്രന്ഥം വാങ്ങിച്ച് അദ്ദേഹം പാരായണം ചെയ്യാൻ തുടങ്ങി. ഓരോ ഇങ്ങനെ ശ്ലോകം ചൊല്ലുമ്പോഴും ഭഗവാന്റെ മുഖത്തേക്കും നോക്കും, ഭഗവതിയുടെ മുഖത്തേക്കും നോക്കും. അവരിങ്ങനെ ആനന്ദത്തിലിരിക്കുകയാണ്. അങ്ങനെ ആ പാരായണം അവർക്ക് മതിയാവോളം അദ്ദേഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർക്ക് സംതൃപ്തിയായി. അപ്പോൾ അവർ പൂന്താനത്തെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. ഈ കഥ പൂന്താനത്തിൻ്റെ ഭക്തിയുടെ മഹിമയാണ് വ്യക്തമാക്കുന്നത്. താൻ പാരായണം ചെയ്യുമ്പോൾ അത്രയും ലയിച്ചിട്ടാണ് പാരായണം ചെയ്യുന്നത്. ഭഗവാൻ പരമശിവൻ തന്നെ വന്നത് കേട്ടു, പാർവതി തന്നെ വന്നത് കേട്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭഗവാനെയും ഭഗവതിയെയും ആനന്ദിപ്പിക്കുന്ന വിധം ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരായണം. പൂന്താനം പല ക്ഷേത്രങ്ങളിലേക്കും പോകുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂർ തന്നെയാണ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അദ്ദേഹം ഗുരുവായൂർക്ക് വരിക. വളരെ പ്രയാസപ്പെട്ട യാത്രയാണ്. പക്ഷെ എന്നാലും സാധിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഗുരുവായൂർ വരുമായിരുന്നു. ഒരിക്കൽ ഗുരുവായൂർ വരുന്ന സമയത്ത് കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചു. ആ സമയത്ത് അവരിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാ ഭഗവാനെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മങ്ങാട്ടച്ഛൻ വന്ന് അവരെ ഓടിച്ചു വന്നു. അപ്പോൾ ഒരു ഉപകാരസ്മരണയോടുകൂടി അദ്ദേഹത്തിനൊരു മോതിരം കൊടുത്തുവെന്ന്, എനിക്ക് മോതിരമൊന്നും വേണ്ട എന്ന് മങ്ങാട്ടച്ഛൻ പറഞ്ഞുവെന്നും,
അല്ല അല്ല ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊടുത്തുവെന്നും അങ്ങനെ എങ്ങനെയൊക്കെയോ ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പനെ തൊഴുത സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ഈ മോതിരം കണ്ടുവെന്നും തിരുമേനി അവിടെ പൂജ ചെയ്യുന്ന മേൽശാന്തി ആ മോതിരം എടുത്ത് ഇത് ഗുരുവായൂരപ്പൻ അങ്ങേക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് കൊടുത്തുവെന്നുമാണ് കഥ. അപ്പം അത് കണ്ട സമയത്താണ് മനസ്സിലായത് മങ്ങാട്ടച്ഛനായി വന്നത് സാക്ഷാത് ഗുരുവായൂരപ്പനാണെന്ന്. അത്രയും അടുത്ത ബന്ധമാണ് ഗുരുവായൂരപ്പനോട്. ഗുരുവായൂരപ്പനെ കാണുന്നത് പൂന്താനത്തിനും സന്തോഷമാണ്, പൂന്താനത്തിനെ കാണുന്നത് ഗുരുവായൂരപ്പനും സന്തോഷമാണ്. അതുകൊണ്ട് സാധിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഗുരുവായൂർ വരുമായിരുന്നു. അദ്ദേഹത്തിന് പ്രായമായ സമയത്തും വരാൻ വളരെ പ്രയാസമാണ്, എന്നാലും അദ്ദേഹം ഗുരുവായൂർക്ക് വരുമായിരുന്നു. ആ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടാണ് ഭഗവാനെ കാണണം, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതി അദ്ദേഹം വരുമായിരുന്നു. പക്ഷെ ഭഗവാൻ ഇത് കാണുമ്പോൾ വിഷമം തോന്നാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ ഈ മനുഷ്യൻ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് സ്വപ്നദർശനം കൊടുത്തു. അല്ലയോ പൂന്താനം, അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ഗുരുവായൂർക്കൊന്നും വരാൻ നിൽക്കണ്ട. ഇല്ലത്തിരുന്ന് തന്നെ എന്നെ ഉപാസിച്ചാൽ മതി, ഞാൻ അവിടെ വന്ന് അങ്ങേക്ക് ദർശനം നൽകാം. എൻ്റെ സാന്നിധ്യം അങ്ങയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും, അത് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. പൂന്താനത്തിന് വളരെ സന്തോഷമായി. ഇപ്പോൾ ഭഗവാന്റെ ആജ്ഞ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതി വളരെ പ്രായം ചെന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഭഗവാനായിട്ടൊരു അമ്പലം പണിതു. ഇടത്തുപുറത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് അമ്പലം അറിയപ്പെടുന്നത്. അവിടെ അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചു. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞു. ഇഹലോകവാസം വെടിയേണ്ട സമയമായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് വല്ലാത്തൊരു പ്രകാശം അദ്ദേഹം അനുഭവപ്പെട്ടു. ആ പ്രകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിഷ്ണു പാർഷദന്മാർ വരികയാണ് തന്നെ കൊണ്ടുപോകാൻ വൈകുണ്ഠത്തിലേക്ക്. വല്ലാത്ത ആനന്ദമായി അദ്ദേഹത്തിന്. ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഇല്ലത്തുള്ള ആൾക്കാരെ ഓർത്തു. പിന്തിരിഞ്ഞ് അവരെ നോക്കി ഉറക്കെ വിളിച്ചു, വരൂ വരൂ വൈകുണ്ഠത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു വിളിച്ചു. എല്ലാവരും പുറത്തേക്ക് ഓടി വന്നു, പക്ഷെ ആർക്കും ഒന്നും കാണുന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പൂന്താനം പറഞ്ഞു, ആർക്കെങ്കിലും വൈകുണ്ഠത്തിലേക്ക് വരണമെങ്കിൽ എൻ്റെ ഒപ്പം വരാം. അപ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ദാസി പൂന്താനത്തിൻ്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് ഓടി വന്ന് പറഞ്ഞു, അടിയൻ വരാമെന്ന്. ഇത് പറഞ്ഞതും അവരവിടെ മരിച്ചു വീണു. അവരുടെ ജീവൻ ആ പ്രകാശത്തിലേക്ക് പോകുന്നത് പൂന്താനം കണ്ടു. സന്തോഷത്തോടു കൂടി ആ വിഷ്ണു പാർഷദന്മാരെ പ്രണമിച്ച് അവരോടൊപ്പം പൂന്താനം ആ പ്രകാശത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം അന്തർധാനം ചെയ്തു. അങ്ങനെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി, അതായത് വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അത്രയും മഹിമയുള്ള ആ ഭക്തോത്തമനെ നമുക്ക് സ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമുക്കും പ്രണാമം അർപ്പിക്കാം. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തിയുടെ ഒരു അംശമെങ്കിലും ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ പൂന്താനത്തെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ഓർത്തുകൊണ്ട് അവരുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഭക്തിക്കായി സാധനയനുഷ്ഠിക്കാം. നാൾക്കുനാൾ ഭക്തി വർദ്ധിച്ച് പൂന്താനത്തിനുണ്ടായ പോലെ ഗുരുവായൂരപ്പ ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഹരിയും.